നമസ്കാരം. കേരളം കഴിഞ്ഞ 10 വർഷമായി കാത്തിരുന്ന ആ വിധി വന്നു. നടൻ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. ക്ലിയർ ആയിരിക്കുന്നു. കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഇങ്ങനെ ഒരു വിധിയാണോ പ്രതീക്ഷിച്ചിരുന്നത്? ഭൂരിഭാഗം ആളുകളുടെയും ഉത്തരം അല്ല എന്നായിരിക്കും. ഈ വിധി ദിലീപിന് വേണ്ടി എഴുതി വെച്ച വിധിയായി പലർക്കും തോന്നിയിട്ടുമുണ്ടാവാം. ദിലീപിനും ദിലീപിൻ്റെ കൂടെ നിന്നവർക്കും ദിലീപിൻ്റെ ലോയർമാർക്കും ചില രാഷ്ട്രീയക്കാർക്കും കൃത്യമായി അറിയാമായിരുന്നു ഈ വിധി ഇങ്ങനെ വരികയുള്ളെന്ന്. എല്ലാവരും പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ചതുപോലെ ദിലീപ് ക്ലിയറായി. എന്നാൽ ചിലർ പറഞ്ഞു സമൂഹം നല്ലതുപോലെ ശിക്ഷ കൊടുത്തല്ലോ എന്ന്. ദിലീപ് ജയിലിൽ പോയതിനു ശേഷം തിരിച്ചു വന്ന് എടുത്ത സിനിമകളെല്ലാം വൻ പരാജയമായിരുന്നു. ജനങ്ങളാരും കാണാൻ പോയതുമില്ല. ജനപ്രിയ നായകനെ കുടുംബ സദസ്സ് കൈവിടുകയും ചെയ്തു. ജനകീയ കോടതിയിൽ ദിലീപ് ഇപ്പോഴും കുറ്റക്കാരൻ തന്നെയാണ്, ആസൂത്രകൻ ദിലീപ് തന്നെയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുമുണ്ട്. കൊടും ക്രിമിനലായ പൾസർ സുനി മൊഴിയിൽ ദിലീപ് കൊടുത്ത കൊട്ടേഷനാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും ഇങ്ങനൊരു വിധി. ഒരു പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി ശിക്ഷിക്കാൻ ഒരു കാരണമുണ്ടായിരിക്കുമല്ലോ. അതിനൊരു കാരണക്കാരനും ഉണ്ടായിരിക്കണമല്ലോ. ആ കാരണക്കാരനെ ഒന്നാം പ്രതിയായ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നതെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ കോടതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇറക്കിയ വിധികളെപ്പോലെ ഈ വിധിയെ നോക്കി നമുക്ക് ചിരിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ബാബറി മസ്ജിദ് വിധിയും ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ 3 മുസ്ലിം യുവാക്കളെ ജീവപര്യന്തം തടവിന് വിധിച്ച വിധിയുമൊക്കെ ഇതുപോലൊരു വിധിയായിരുന്നു. ഇതും ഒരു വിധിയാണ്. പൾസർ സുനി ഉൾപ്പെടെ 6 പേര് കുറ്റക്കാർ. ദിലീപ് കുറ്റക്കാരനല്ല, പ്രതിയുമല്ല. പിന്നെ നിയമവ്യവസ്ഥയിൽ തെളിവുകളും സാക്ഷികളുമാണ് പ്രധാനം. ഏതാണ്ട് 28ഓളം സാക്ഷികൾ കൂറുമാറിയ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് ആയിരുന്ന മെമ്മറി കാർഡ് പോലും അതിലെ ദൃശ്യങ്ങൾ ചോർത്തപ്പെട്ട ഒരു കേസായിരുന്നു ഇത്. 28 പേരിൽ സിനിമാ നടിമാരും നടന്മാരും ചില രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പേടിച്ചിട്ടാണോ ഇദ്ദേഹം സ്വാധീനിച്ചിട്ടാണോ കൂറുമാറിയതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ദിലീപ് ഒരു സമയത്ത് മലയാളം സിനിമ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരുന്ന കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. നടൻ തിലകനും ക്യാപ്റ്റൻ രാജുവും ഹരീഷ് അശോകനും മാള അരവിന്ദനെയും ഒക്കെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയ ആളുകളുടെ മുൻനിരയിൽ ഈ ദിലീപ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആവണം ഒരുപക്ഷെ കൂടെ നിന്നിരുന്ന സഹപ്രവർത്തകരായിരുന്ന ആളുകൾ മൊഴി മാറ്റിക്കൊടുത്തത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. കൂറുമാറാതെ അതിജീവിതയ്ക്കൊപ്പം നിന്ന ചില നടിമാരെ മലയാള സിനിമയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടു. ദിലീപിന്റെ പുതിയ സിനിമ ഈ വിധിക്ക് ശേഷം റിലീസ് ചെയ്താൽ മതിയെന്ന് ദിലീപ് വാശി പിടിച്ചത് ഈ വിധി ദിലീപിനൊപ്പം നിൽക്കുമെന്ന് കൃത്യമായി ദിലീപിന് അറിയാവുന്നത് കൊണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ്. 85 ദിവസം ജയിലിൽ കിടന്നൊഴിച്ചാൽ ദിലീപ് പരിപൂർണമായി ഇപ്പോൾ കുറ്റവിമുക്തനാണ്. ഈ വിധിയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്ന ഒരാൾ കൂടിയുണ്ട്, രാഹുൽ ഈശ്വർ. അദ്ദേഹം മറ്റൊരാളുടെ ഗർഭത്തിന്റെ പേരിൽ ഇപ്പോൾ പൂജപ്പുര ജയിലിൽ കിടന്ന് കൊതുകടി കൊള്ളുകയായിരുന്നു. അല്ലെങ്കിൽ ചാനലുകളൊക്കെ കയറിയിരുന്ന് അഭിലാഷ ഒരു 30 മിനിറ്റ് എന്ന് വിളിച്ചു പോകുന്നതോടെ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ. പണത്തിന് മുകളിൽ പരന്തും പറക്കത്തിൽ നിന്നാണല്ലോ നമ്മുടെ പരമോന്നത നീതിപീഠങ്ങൾ പോലും പലപ്പോഴും വിധിച്ചിട്ടുള്ള പല വിധികളും നോക്കി ഇന്ത്യയിലെ ജനങ്ങൾ ചിരിച്ചിട്ടേ ഉള്ളൂ. അതുപോലൊരു വിധിയാണ് ഈ വിധി. ഒരു വല്ലാത്ത വിധി.